വീണ്ടും അതേ അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ പറയുന്നു, എന്ത് ചെയ്യുന്നു, അവിടെ 10-17 തൊട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, ജോബിൻ്റെ ഭവനത്തിലേക്ക് എന്ത് ചെയ്യുന്നു, ചില അനർത്ഥങ്ങൾ എന്ത് ചെയ്യുന്നു, കടന്നു വരികയാണ്. ജോബിൻ്റെ മക്കൾ മരിക്കുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള ചില തകർച്ചകൾ ഒരു കുടുംബത്തിലുണ്ടാകുകയാണ്. ജോബിൻ്റെ ശരീരത്തിൽ രോഗങ്ങളൊക്കെ വരുന്നു. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തോട് ചേർന്നിരിക്കുന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുത്ത വ്യക്തിയുടെ ചുറ്റും, അതിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ചുറ്റും കർത്താവിൻ്റെ മാലാഖമാർ വേലി കെട്ടി സംരക്ഷിക്കുകയാണ്. ആ വേലി പൊളിക്കാൻ ദൈവം അനുവദിച്ചാൽ മാത്രമേ ഉള്ളൂ തിന്മയ്ക്ക് പൊളിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇയാൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു, ചില അനർത്ഥങ്ങളും കഷ്ടതകളും വരുന്നുണ്ട്. ആ കഷ്ടതകളൊക്കെ വരുമ്പോഴും ശ്രദ്ധിക്കുക, അത് പിന്നീട് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, അത് വർഷങ്ങൾക്ക് മുമ്പ് ജോബിൻ്റെ ഭവനപ്രകാരം സംഭവിച്ചെങ്കിൽ ഇന്ന് അനേകർക്ക് ആശ്വാസത്തിനും സന്തോഷത്തിനും ദുഃഖത്തിന് വിടുതലിന് അത് കാരണമായി തീരുന്നു. അപ്പോൾ നമ്മുടെയും ജീവിതത്തിൽ ചിലപ്പോൾ ചില കഷ്ടതകളിലൂടെ ചില ദുഃഖങ്ങൾ, അപ്രതീക്ഷിതമായ ദുഃഖമുണ്ടാകുന്നു. ഈ ദുഃഖത്തിലൂടെ തിന്മ വന്നിട്ട് എന്ത് ചെയ്യുന്നു, നെഗറ്റീവ് ചിന്തകളിലേക്ക് നമ്മളെ നയിക്കാം. അപ്പോൾ നമ്മൾ ഓർക്കുക, റോമാലേഖനം അതിൻ്റെ 8-ാം അധ്യായത്തിൽ ഇപ്രകാരം മനോഹരമായൊരു വാക്കുണ്ട്. റോമ 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, 28-ാമത്തെ വാക്യം വചനം വായിക്കുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. അതേമാതിരി പ്രിയപ്പെട്ട മക്കളെ, നാം ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ അനുഗമിക്കാൻ തയ്യാറാകുമ്പോൾ ചിലപ്പോൾ ഈ ലോകത്തിൽ അപ്രതീക്ഷിതമായ ചില ദുഃഖങ്ങൾ, വേദനകളൊക്കെ ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അതെല്ലാം ദൈവം നമ്മുടെ നന്മയ്ക്കായിട്ടാണ് മാറ്റുന്നത്, നമ്മുടെ ഉയർച്ചയ്ക്കായിട്ടാണ് ദൈവം മാറ്റുന്നത്. അല്ലാതെ ഒരിക്കലും നമ്മളെ നശിപ്പിക്കുവാനോ നമ്മളെ ഇല്ലാതാക്കാനല്ല. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ ചില ദുഃഖങ്ങളുണ്ടാകുമ്പോൾ, വേദനകളുണ്ടാകുമ്പോൾ, അപ്രതീക്ഷിതമായ ചില വിഷമങ്ങളുണ്ടാകുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരണം. മക്കളിരുന്ന് പ്രാർത്ഥിക്കണം. എന്തെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളൊക്കെ അല്ലാണെങ്കിൽ, അബദ്ധം പറ്റിയതാണെങ്കിൽ അത് മനസ്സവിക്കുക, ഏറ്റുപറയുക. അതോടൊപ്പം നമ്മളെ വചനം പഠിപ്പിക്കുന്നുണ്ട്, എല്ലാ തകർച്ചകളെയും പ്രതി ദൈവത്തെ സ്തുതിക്കുക, എല്ലാ വേദനകളെയും പ്രതി ദൈവത്തെ സ്തുതിക്കുക. അങ്ങനെ എല്ലാ തകർച്ചകളെ പ്രതി, വേദനയെ പ്രതി നാം ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, മാതാപിതാക്കളെ, എന്നെ ശ്രവിക്കുന്നവരെ, നിങ്ങളെ തകർന്നുപോയ ബന്ധങ്ങളെ, തകർന്നുപോയ കുടുംബത്തെ പണിതുയർത്തുവാൻ ദൈവത്തിന് സാധിക്കും. കാരണം സാധാരണ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ദുഃഖമുണ്ടാകുമ്പോൾ അവൻ ദൈവത്തെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ ദുഃഖം വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മളെ ദുഃഖത്തിലേക്ക് നയിച്ച് തിന്മയിലേക്ക് അടിമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സാത്താനെ തോൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ നോയമ്പ് കാലത്ത് പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്കുണ്ടാകുന്ന ഒരുപക്ഷെ ഇന്നലകളുണ്ടായിരിക്കുന്ന ചില ദുഃഖങ്ങളുണ്ട്, വേദനകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എല്ലാ തകർച്ചകളെയും പ്രതി, എല്ലാ വേദനകളെയും പ്രതി നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. അതോടൊപ്പം നിങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ, തിരിച്ചു വരുമ്പോൾ ഒരു ജപമാല ചൊല്ലുമ്പോൾ ഈ ദുഃഖങ്ങളെ ഓർത്ത് സൗഖ്യം കിട്ടാൻ മാത്രമല്ല, മറിച്ച് ദുഃഖങ്ങളെ സമർപ്പിച്ചുകൊണ്ട് അത് നന്ദി പറഞ്ഞുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് എന്ത് ചെയ്യുന്നു, ആ മേഖലയിലുള്ള തിന്മയെ പരാജയപ്പെടുത്തി പ്രത്യാശയിലേക്ക്, നന്മയിലേക്ക് കടന്നു വരുവാൻ യേശു നമ്മളെ സഹായിക്കും. അതോടൊപ്പം ബൈബിളിൽ മത്തായിയുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായം 4 മുതൽ 1 തൊട്ടുള്ള വാക്യങ്ങളിൽ എന്ത് ചെയ്യുന്നു, ക്രിസ്തുവിനെ പരീക്ഷിക്കുന്നുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നാം എത്രമാത്രം കൃപയിൽ വളർന്നാലും, സ്നേഹത്തിൽ വളർന്നാലും, ശക്തിയിൽ വളർന്നാലും, എപ്പോൾ വേണമെങ്കിലും ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം എന്ത് ചെയ്യുന്നു, തിന്മ നമ്മളെ പരീക്ഷിക്കാനായിട്ട് വരാം. നമ്മൾ സ്കൂളിലായിരിക്കുമ്പോൾ, വീട്ടിലായിരിക്കുമ്പോൾ, ഒറ്റയ്ക്കായിരിക്കുമ്പോൾ തിന്മ എന്ത് ചെയ്യുന്നു, പരീക്ഷിക്കാൻ കടന്നു വരാം. ലോകത്തിനെല്ലാം മോഹങ്ങളെയും കാണിച്ച്, നമുക്കറിയാം ഈ നാളുകളിലൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്, ഇടവകകളിലും എല്ലായിടത്തും പറയുന്നതാണ് യേശുവിൻ്റെ 3 സാത്താൻ പ്രലോഭിച്ച പ്രലോഭനത്തെക്കുറിച്ച്. അങ്ങനെ ഉണ്ടാകാം പ്രിയപ്പെട്ട മക്കളെ. അതൊരിക്കലും ഉണ്ടാകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഉണ്ടാകുന്ന എപ്പോഴും നല്ലതാണ് ഒരു പരിധിവരെ. കാരണം എന്ത് ചെയ്യുന്നു, പരീക്ഷകളാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം പരീക്ഷയുടെ കാലമാണ് കുട്ടികൾക്കെല്ലാം. പരീക്ഷ എഴുതുമ്പോൾ കുറേ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും, കഷ്ടപ്പാടുണ്ടെങ്കിലും, വാസ്തവത്തിൽ പരീക്ഷകളാണ് അടുത്ത ക്ലാസ്സിലേക്ക്, വിജയത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മളെ സഹായിക്കുന്നത്.
ഇതേപോലെ നമുക്കുണ്ടാകുന്ന ചെറിയ 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 പരീക്ഷകൾ ചിലപ്പോൾ പാപത്തിൻ്റെ പ്രലോഭനമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും പ്രത്യേക അവസ്ഥയായിരിക്കാം. പ്രിയപ്പെട്ട മക്കളെ, അത് ദൈവവചനപ്രകാരം അതിനെ നമ്മൾ നേരിടുമ്പോൾ, നമ്മൾ അതിനെ തരണം ചെയ്യാൻ തയ്യാറാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ മേൽ വിജയം നേടുകയാണ്. വിജയം നേടുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആ വ്യക്തി ദൈവത്തിൻ്റെ കൃപയിൽ വളരാൻ സാധിക്കുന്നു. അതോടൊപ്പം എന്ത് ചെയ്യുന്നു? നമ്മുടെ ശത്രുവായ സാത്താനെ ഒരിക്കൽ കൂടി തോൽപ്പിക്കാൻ നമുക്ക് അവസരം കിട്ടുന്നു. ശത്രുവായ സാത്താനെ നമുക്ക് തോൽപ്പിക്കാൻ അവസരം കിട്ടുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ ഏറ്റവും നല്ല ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ നന്നായി ഷട്ടിൽ കളിക്കുമായിരുന്നു. കുറേയൊക്കെ ഷട്ടിൽ കളിക്കുമ്പോൾ എനിക്ക് ഓരോ പ്രാവശ്യം വിജയം തരുന്നത് എതിരാളികളാണ്. എതിരാളികൾ ആരുമില്ലെങ്കിൽ ഞാൻ മാത്രമേ ഷട്ടിൽ കളിക്കുന്ന ആളുള്ളൂ എന്ന് വിചാരിക്കുക. എന്നെ ആരംഗീകരിക്കുന്നത്? പക്ഷേ എൻ്റെ എതിരാളി എത്രമാത്രം ശക്തമാകുന്നോ അദ്ദേഹത്തെ തോൽപ്പിക്കും തോറും എന്ത് ചെയ്യുന്നു? എനിക്ക് എൻ്റേതായിട്ടുള്ള എന്ത് ചെയ്യുന്നു? ശത്രുവിനെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ സാധിക്കുമ്പോഴാണ് എൻ്റെ കഴിവും സാമർഥ്യവും ദൈവം എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന വലിയ കാര്യങ്ങൾ പുറത്തെടുക്കാൻ സാധിക്കുന്നത്. ഞാൻ ഓർക്കുന്നു, എനിക്ക് 17 വയസ്സുള്ള സമയത്ത് ഞാൻ ജൂനിയർ കളിക്കുന്ന സമയത്താണ്. ആ സമയത്ത് സീനിയർ കേരളത്തിലെ സ്റ്റേറ്റ് ടീമിലുള്ള വ്യക്തിയുമായിട്ട് എനിക്ക് ഒരു തിരുവനന്തപുരത്ത് നടന്ന ടൂർണമെൻറ്റിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി, കോമ്പറ്റീഷന്. പക്ഷേ അന്ന് പ്രീ ക്വാർട്ടർ ഫൈനലിൽ എന്ത് ചെയ്തു? ഞാനും അദ്ദേഹവുമായിട്ടൊരു കളി വന്നു, സിംഗിൾസ്. ദൈവകൃപ, അന്ന് എനിക്ക് യേശുവിനെക്കുറിച്ച് അറിയാൻ മേലായിരുന്നു, എങ്കിലും ദൈവം അന്നത്തെ ദൈവത്തിൻ്റെ അറിഞ്ഞാലുള്ള കാലത്ത് പോലും ദൈവം തന്നെ കൃപ തന്നു. ആ കളിയിൽ അപ്രതീക്ഷിതമായിട്ട് ആ സീനിയർ പ്ലെയറിനെ എനിക്ക് തോൽപ്പിക്കാൻ സാധിച്ചു. അന്ന് പത്രത്തിലെല്ലാം വലിയ ഹെഡിങ് ഒക്കെ വന്നു, സന്തോഷ് ആ വ്യക്തിയെ, ആൽബർട്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തെ തോൽപ്പിച്ചെന്ന് പറഞ്ഞു. അന്ന് ആ സ്ഥലത്ത് ആ ടൂർണമെൻറ്റിൽ ധാരാളം വിജയങ്ങളുണ്ടായിരുന്നു. പക്ഷേ അന്ന് പിറ്റേ ദിവസം പത്രത്തിൽ ഇപ്രകാരം എൻ്റെ പേര് വരാൻ കാരണം എന്താണ്? ഞാൻ ജയിച്ചത്, ഞാൻ തോൽപ്പിച്ചത് വലിയൊരു വ്യക്തിയെ തോൽപ്പിച്ചത് കൊണ്ടാണ് എൻ്റെ പേര് അന്ന് വന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചിലപ്പോൾ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഈ നോയമ്പ് കാലത്ത് നമുക്ക് പല പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾ സന്തോഷിക്കുക. ഓരോ പ്രലോഭനം ഉണ്ടാകുമ്പോഴും ദൈവജനപ്രകാരം അതിനെ നേരിടുമ്പോൾ ശത്രുവായ സാത്താനെ തോൽപ്പിക്കുകയാണ്. അതോടൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഒരു പടി കൂടെ വളരുവാനും നമുക്ക് സാധിക്കുന്നു. അതിനാൽ പ്രലോഭനങ്ങളുണ്ടാകുമ്പോൾ അതിനെ ഓർത്ത് ഭയപ്പെടാതെ, മറിച്ച് ക്രിസ്തുവിനോടുകൂടി ധൈര്യമായിട്ട് അതിനെ നേരിടുക. അങ്ങനെ സാത്താനെ തോൽപ്പിച്ച് നമുക്ക് വിജയം നേടാനായിട്ട് സാധിക്കും. അതിനായിട്ടും ഈ നോയമ്പ് കാലം നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാം. വീണ്ടും മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 13-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ എന്ത് ചെയ്യുന്നു? ഇപ്രകാരം തിന്മയുടെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് മനസ്സിലാകാതിരിക്കുന്നവനിൽ നിന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് ദുഷ്ടൻ വന്ന് അപകരിക്കുന്നു. ഇതാണ് വഴികരികിൽ വീണ വിത്ത്. നമ്മുടെ ഉള്ളിലേക്ക് വിതയ്ക്കപ്പെടുന്ന വചനം എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ വചനങ്ങൾ എന്ത് ചെയ്യുന്നു? സാത്താൻ വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ്. ഇപ്പം ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ മാതാപിതാക്കളെ പൂർണ്ണമായിട്ട് അനുസരിക്കണം. അത് ചിലപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മളെല്ലാവരും പെട്ടെന്ന് മറന്നുപോകും. നിങ്ങളുടെ ആരുടെയും കുഴപ്പം കൊണ്ടല്ല, മറിച്ച് വിതയ്ക്കുന്ന വചനം, ദൈവവചനം, സ്നേഹത്തിൻ്റെ, നന്മയുടെ, പ്രത്യാശയുടെ വചനങ്ങൾ എന്ത് ചെയ്യുന്നു? സാത്താൻ്റെ ഒരു പ്രവൃത്തിയാണ് അത് മോഷ്ടിച്ചുകൊണ്ട് പോവുക, അല്ലെങ്കിൽ അത് മാറ്റിക്കളയുക എന്നുള്ളത്. പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മക്കളെ നമ്മളോട് ഈശോ പറയുന്നത്, അല്ലെങ്കിൽ ധ്യാനങ്ങൾ കൂടുന്ന അവസരത്തിൽ, ക്രിസ്ത്യൻ ധ്യാനം കൂടുന്ന സമയത്തൊക്കെ കുട്ടികളോട് പറയുന്നത്, എല്ലാ ദിവസവും വചനം വായിക്കണം, എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നത്. കാരണം എന്താണ്? അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ വിതയ്ക്കപ്പെട്ടിരിക്കുന്ന ദൈവവചനം എന്ത് ചെയ്യുന്നു? ഫലമെടുക്കാനായിട്ട് ആരംഭിക്കുന്നത്. അങ്ങനെ നമ്മൾ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? നമ്മളെ ഉള്ളിൽ വിതയ്ക്കപ്പെട്ട വചനങ്ങൾ എന്ത് ചെയ്യുന്നു? സാത്താൻ വന്ന് മാറ്റിക്കളയുന്നു. ഞങ്ങൾക്ക് ധാരാളം കുട്ടികളെ, ചില വീടുകളിലൊക്കെ ക്രിസ്ത്യൻ ധ്യാനം കഴിഞ്ഞിട്ട് ചില കുട്ടികളൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു. ചില വീടുകളിലൊക്കെ ഞങ്ങൾക്ക് വീണ്ടും പോകാൻ സാധിച്ചിട്ടുണ്ട്. ചില അവസരത്തിൽ ചിലപ്പോൾ കുട്ടികൾ ചോദിക്കും, മക്കളെ എങ്ങനെയുണ്ട് പ്രാർത്ഥന ജീവിതങ്ങളൊക്കെ? ചില കുട്ടികൾ എന്ത് ചെയ്യുന്നു? ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ചോദിക്കും, ഇന്ന കാര്യങ്ങൾ മക്കൾ ചെയ്യുന്നുണ്ടോ? ഇന്ന കാര്യം അന്ന് പറഞ്ഞു വിട്ടായിരുന്നു, ഏറ്റുപറച്ചിൽ, അത് മോൻ ചെയ്യുന്നുണ്ടോ?
ഉടനെ അവൻ പറയാം, അയ്യോ ഞാനതങ്ങ് മറന്നുപോയി. നിങ്ങൾ ശ്രദ്ധിക്കാം, ആത്മീയ കാര്യങ്ങൾ മറക്കാൻ തിന്മ നമ്മളെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിലുള്ള ഒരു വചനം പോലും സാത്താൻ മോഷ്ടിക്കാൻ അനുവദിക്കരുത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നറിയാം മക്കളെ? കൂടുതൽ കൂടുതൽ വചനം വായിക്കണം. കാരണം നിങ്ങളിപ്പോൾ 10 മിനിറ്റ് വചനം കേൾക്കുമ്പോൾ കുറേ വിത്ത് വീഴുന്നു. അത് ചിലപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നഷ്ടപ്പെട്ടു പോകാം. അപ്പോഴെന്ത് ചെയ്യുന്നു? നഷ്ടപ്പെട്ടു പോയെന്ന് തോന്നിയാലും അല്ലെങ്കിലും കൂടുതൽ വചനം കേൾക്കാനായിട്ട് തയ്യാറാകുക. അപ്പോൾ കൂടുതൽ വിത്തുകൾ ഹൃദയത്തിൽ വിതയ്ക്കും. അങ്ങനെ എന്ത് ചെയ്യുന്നു? നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വളരുവാനായിട്ട് സാധിക്കും. വീണ്ടും അതേ അധ്യായത്തിൽ 25ഉം 26ഉം വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അവൻ പറയുന്നത് അറിയാമോ? ആളുകൾ ഉറക്കമായപ്പോൾ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കളഞ്ഞു കളഞ്ഞു. ശ്രദ്ധിക്കുക, നമ്മളിങ്ങനെ വചനം ഈശോയുടെ സ്നേഹത്തിൽ വളരുമ്പോൾ തിന്മ ചെയ്യുന്ന മറ്റൊരു പ്രവർത്തനമാണ് എന്ത് ചെയ്യുന്നു? കളകൾ വിതയ്ക്കുക. നമുക്ക് കളകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥലത്തിന് ഇപ്പോൾ നമ്മൾ ഗോതമ്പ് കൃഷി നടത്തിയാൽ, അല്ലെങ്കിൽ കണ്ടത്തിൽ അല്ലെങ്കിൽ നെല്ലാണെങ്കിൽ നമ്മൾ നെല്ല് വിതച്ച് നെല്ല് കൊയ്യാനായിട്ടാണ്. അപ്പം നെല്ലിങ്ങനെ കൊയ്ത് വരണം. അതിനിടയിൽ ശത്രു എന്ത് ചെയ്യുന്നു? നമ്മുടെ വയലിൽ കൊണ്ട് കളകൾ വിതയ്ക്കുകയാണ്. കളകൾ ഒരിക്കലും നമ്മളെ സഹായിക്കുന്നില്ല വാസ്തവത്തിൽ. അങ്ങനെ കളകൾ വിതയ്ക്കാനുള്ള കാരണം എന്താണ്? അവിടെ പറയുന്നത് ആളുകൾ ഉറക്കമായപ്പോൾ എന്ത് ചെയ്യുന്നു? കളകൾ വിതയ്ക്കുന്നു. ശ്രദ്ധിക്കണം, ആളുകൾ എന്ത് ചെയ്യുന്നത്? ഉറക്കമായപ്പോൾ എന്ന് വെച്ചാൽ വചനങ്ങൾ കേട്ടതിന് ശേഷം നമ്മൾ അലസതയോടുകൂടി അശ്രദ്ധമായിട്ട് സമയം ചെലവഴിക്കുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ ശ്രദ്ധിക്കുക, നമ്മുടെ ഹൃദയത്തിലേക്ക് ശത്രു എന്ത് ചെയ്യുന്നു? കളകൾ വിതയ്ക്കുന്നു. കളകൾ വിതയ്ക്കുന്നു. ഞാൻ ഓർക്കുന്നു, അടുത്ത നാളിൽ ഒരു യുവാവിനെ, ഒരു ടീനേജുകാരനെ പരിചയപ്പെട്ടു. അവൻ പല അശുദ്ധിക്കും അശുദ്ധമായ പാപങ്ങൾക്കും അടിമയാണ്. ഞാൻ ചോദിച്ചു, മോനെ നീ ധ്യാനം കൂടി ഇത്രയും സ്നേഹത്തിൽ വന്നതല്ലേ, പിന്നെ എന്തിനാ കുട്ടാ നീ വീണ്ടും ഇങ്ങനെ പോയത്? അപ്പോൾ അവൻ പറഞ്ഞെന്നറിയാവോ? അവന് +1 പഠനവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നു? കുറച്ച് ഇൻ്റർനെറ്റിലെ കുറേ കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവൻ ധ്യാനം കഴിഞ്ഞ സമയത്തൊക്കെ എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് തനിക്ക് ആവശ്യമുള്ളത് മാത്രം ഓപ്പൺ ചെയ്യുന്നു, എടുക്കുന്നു, ക്ലോസ് ചെയ്യുന്നു. അങ്ങനെ ഒരു 2 മാസം കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം ഇവൻ അങ്ങനെ എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടറിൽ നിന്ന് അല്ലെങ്കിൽ നെറ്റ് വഴിയുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് എടുക്കുന്നതോടൊപ്പം എന്ത് ചെയ്യുന്നു? അപ്പോൾ സൈഡിൽ വേറെ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ വന്നു. ഇവൻ ചുമ്മാ ഒന്ന് രസത്തിന് അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി, അല്ലെങ്കിൽ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. ഓപ്പൺ ചെയ്തപ്പോൾ എന്ത് ചെയ്തു? അവൻ പ്രതീക്ഷിച്ച് വേറെ എന്തായിരുന്നു, പക്ഷേ വന്ന് ഓപ്പൺ ചെയ്ത് വന്നിരിക്കുന്നത് മോശമായ കാര്യങ്ങളായിരുന്നു. അവൻ ജസ്റ്റ് അതൊന്ന് കണ്ടു, അത് ക്ലോസ് ചെയ്തു. അന്ന് അവൻ വീട്ടിൽ ചെന്നു. അവൻ്റെ മനസ്സിൽ ഇത് ഇങ്ങനെ കിടന്ന് എന്ത് ചെയ്യുന്നു? ഈ കള വളരാൻ തുടങ്ങി. പിറ്റേ ദിവസവും അവൻ എന്ത് ചെയ്യുന്നു? നെറ്റ് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ബാക്കി അറിയാനുള്ള ആഗ്രഹത്തോട്, പഠിക്കാനല്ല, ബാക്കി അറിയാനുള്ള ആഗ്രഹത്തോട് ഓപ്പൺ ചെയ്ത് കുറേ കൂടെ കണ്ടു. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ആ കുട്ടി എന്ത് ചെയ്യുന്നു? ഈ അശുദ്ധമായത് കാണാൻ മാത്രമായി ഇപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുകയാണ്. അവൻ പറയുന്നു, ചെറുതിലാണ് ആരംഭിച്ചത്, പക്ഷെ ഇന്ന് ഗോതമ്പിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ ഹൃദയത്തിൽ കളകൾ വളർന്ന് കളകൾ എന്നെ കീഴടക്കിയെന്ന്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ അലസതയോടെയോ അല്ലെ അശ്രദ്ധമായിട്ടോ ഒരു കൊച്ചു കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ കള വിതയ്ക്കപ്പെടുന്നത്. അതിനാൽ നിങ്ങളെപ്പോഴും ശ്രദ്ധയുള്ളവരായിരിക്കണമെന്ന് ഈശോ പറയുന്നു. അങ്ങനെ കള വിതയ്ക്കപ്പെടാനുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഓടി മാറണമെന്നാണ് ഈശോ പറയുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു? ഏത് സമയത്തും ആരിലൂടെയും ചിലപ്പോൾ കളകൾ വിതയ്ക്കാം. ഒരാൾ നമ്മുടെ ഹൃദയത്തിൽ കള വിതയ്ക്കാൻ തോന്നിയാൽ, സംസാരത്തിലൂടെ പ്രവൃത്തിയിലൂടെ കള വിതയ്ക്കാൻ തോന്നിയാൽ, വചനം പറയുകയാണ്, 2 തിമോത്തി ലേഖനം അതിന് 2-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യുവസഹജമായ മോഹനിൽ നിന്ന് ഓടി അകലുവിൻ. എന്ത് ചെയ്യുന്നു? പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് നീതി, വിശ്വാസം, സ്നേഹം, സമാധാനം എന്നിവയിൽ ലക്ഷ്യം വെക്കുക. വചനം പറയാണ്, യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടി അകലണം. ഇപ്പം നമുക്ക് ടീനേജിലൊക്കെ വരുമ്പോൾ യുവസഹജമായ ധാരാളം മോഹങ്ങളൊക്കെ ഉണ്ടാകാം, വലുതിലുണ്ടാകാം. മക്കളെ, വചനം പറയാണ്, നിങ്ങൾ അവയിൽ നിന്ന് ഓടി അകലണമെന്ന്.
ഈ കള നമ്മുടെ ഹൃദയത്തിൽ ഓടി അകന്നില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? കള വിതയ്ക്കപ്പെടും. അതുവഴി നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നൊക്കെ മാറ്റപ്പെടാനുള്ള സാധ്യതകളുണ്ട്. നോക്കുന്ന ഒരിക്കലും ആൺകുട്ടിയെ അവനെ വ്യക്തിപരമായിട്ട് അറിയാം. അവൻ 9ാം ക്ലാസ് വരെയൊക്കെ അവനെ സംബന്ധിച്ചോളം അവൻ ഒരേ ഒരു ലക്ഷ്യം, എനിക്ക് നല്ലൊരു വൈദികനായി ദൈവത്തെ മഹത്വപ്പെടുത്തണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, വൈദികനായിട്ട് തീരാനായിട്ടല്ല. വീണ്ടും ആ ധ്യാനമെല്ലാം കഴിഞ്ഞിട്ട് അവൻ പോയി. വീണ്ടും +1 സമയത്ത് +1 പഠിക്കുമ്പോൾ വീണ്ടും ഒരു ക്രിസ്ത്യൻ ധ്യാനത്തിൽ അവൻ വന്നു. അപ്പോൾ അവനോട് അവനെ വ്യക്തിപരമായിട്ട് അറിയാമായിരുന്നു. ചോദിച്ചു, മോനെ നീ എന്നാ സെമിനാരിൽ പോകുന്നത്, അതോ പോയിട്ട് വന്നതാണ്? അവിടെ അവൻ പറഞ്ഞു, ഞാൻ വൈദികനാകാനൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, മോനെ നീ എന്താ അങ്ങനെ പറയുന്നത്, എന്ത് പറ്റി? ഉടനെ അവൻ പറഞ്ഞറിയാവോ, അച്ഛന്മാരാരും ശരിയല്ല, അവരെല്ലാം തിന്മ ചെയ്യുന്നവരാണ്, അങ്ങനെ ഒരു സ്ഥലത്തോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, മോനെ നീ അങ്ങനെ പറയുന്നത് എന്താ, നിന്നോട് അച്ഛന്മാർ വൈദികരോ അല്ല മോശമായിട്ട് പെരുമാറിയോ? ഉടനെ അവൻ പറഞ്ഞു, അതില്ല, പക്ഷേ ഇന്ന കാര്യങ്ങൾ. കാരണം എന്തിനോ ആ സമയത്ത് TV-യിലൂടെയും ഇൻ്റർനെറ്റിലൂടെയൊക്കെ ധാരാളം വൈദികരെക്കുറിച്ചുള്ള മോശമായ സംഭവങ്ങൾ, സത്യമല്ലാത്തത് സത്യമായ രീതിയിൽ ചാനലുകാരും പല രീതിയിൽ പ്രസൻറ്റ് ചെയ്തു. ഇത് കണ്ട കുട്ടി എന്ത് ചെയ്യുന്നു, അവൻ്റെ ഉള്ളിലേക്ക് കള വരയ്ക്കപ്പെട്ടു. ഇങ്ങനെയൊക്കെയാണ് അച്ഛന്മാർ. അവൻ വിചാരിച്ചെന്ത് ചെയ്യുന്നു, അച്ഛന്മാരെല്ലാം പരിശുദ്ധരാണ്. അപ്പോൾ സാത്താൻ എന്ത് ചെയ്യുന്നു, ഇല്ലാത്ത സംഭവം ഉള്ളതുപോലെ മാധ്യമങ്ങളിലൂടെ പ്രസൻറ്റ് ചെയ്തപ്പോൾ ആ കള ഈ കുട്ടിയുടെ ഹൃദയത്തിൽ വീണു. ആ കള വളരാൻ തുടങ്ങി. അച്ഛന്മാരെല്ലാം മോശക്കാരാണ്, വൈദികരെല്ലാം മോശക്കാരാണ്, അവർ തിന്മ ചെയ്യുന്നവരാണ്, മദ്യം കഴിക്കുന്നവരാണ്, അല്ല ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് തോന്നൽ വന്നു. ആ തോന്നൽ വളർന്നു വന്ന് എന്ത് ചെയ്യുന്നു, ഇവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ ഉള്ളിൽ ഏതെങ്കിലും വിശ്വാസ സംബന്ധമായിട്ടോ തിരുസഭയായിട്ട് ബന്ധപ്പെട്ടോ ഏതെങ്കിലും കളകൾ, നിങ്ങൾക്ക് സംശയമോ എന്തെങ്കിലും കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, അത് നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കരുത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ അറിവുള്ള ആരോടെങ്കിലും പോയി തുറന്ന് സംസാരിച്ച് ചോദിച്ച്, വിശ്വാസം സംബന്ധിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഉൽപ്പത്തിയെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ മനുഷ്യബന്ധങ്ങളെക്കുറിച്ചായിരിക്കാം, ജീവിതാന്തസ്സിനെക്കുറിച്ചായിരിക്കാം, വിശുദ്ധിയെക്കുറിച്ചായിരിക്കാം. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ആ സംശയം വെച്ചുകൊണ്ടിരിക്കരുത്. അറിവുള്ള ആരോടെങ്കിലും ചോദിച്ച്, ദൈവിക മനുഷ്യരോട് ചോദിച്ച് നിങ്ങളുടെ സംശയം തീർക്കണം. അല്ലെങ്കിൽ ഈ കള വളർന്ന് നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നത്തെയും തകർക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ഒരു സംശയം വരുമ്പോൾ, കള വിതയ്ക്കപ്പെട്ടെന്ന് തോന്നിയാൽ ആ കളയ്ക്ക് ഉത്തരമായിട്ടുള്ള ക്രിസ്തുവിൻ്റെ വചനം കണ്ടുപിടിക്കുക, ഉപദേശം സ്വീകരിക്കുക, ക്രിസ്തുവിൽ വളരുക. അങ്ങനെ ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിബന്ധത്തെ ഉറച്ചു നിൽക്കുമ്പോൾ ആ നിൻ്റെ ഉള്ളിൽ വിതയ്ക്കപ്പെട്ട കളകൾക്ക് ഒരിക്കലും വളർന്നു വരാനായിട്ട് സാധിക്കാതെ വരും. അതിനാൽ ഈ നോയമ്പ് കാലത്ത് നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഏതെങ്കിലും കളകൾ വിതയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ ഭയപ്പെടേണ്ട. അതിനെ നിർവീര്യമാക്കിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ വചനത്തിൽ വളരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. വീണ്ടും ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 9-ാം അധ്യായം, ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 42-ാമത്തെ വാക്യമുണ്ട്. എന്ത് ചെയ്യുന്നു, അവിടെ പറയുന്നുണ്ട്, ഒരു കുട്ടിയെക്കുറിച്ച് പറയുന്നതാണ്. ആ കുട്ടിയെക്കുറിച്ച് യേശുവിൻ്റെ അടുക്കൽ കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ, നിൻ്റെ മകനെ ഇവിടെ കൊണ്ടുവരിക. യേശുവിൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യുന്നു, അടുത്തേക്ക് വരുമ്പോൾ തന്നെ സാത്താൻ, പിശാച് അവനെ നിലത്ത് വീഴ്ത്തി പീഡിപ്പിച്ചു. ശ്രദ്ധിക്കണം, യേശു അശുദ്ധാത്മാവിനെ ശാസിക്കുകയും കുട്ടിയെ സുഖപ്പെടുത്തുകയും ചെയ്തു. ചില കുട്ടികളെ ശാരീരികമായ ചില പീഡനങ്ങൾ ചിലവർക്ക് അനുഭവപ്പെടാം. എന്ന് വെച്ചാൽ സ്വഭാവത്തിൻ്റേതാ അല്ലെങ്കിൽ പ്രായത്തിൻ്റേതായിട്ടുള്ളതല്ല ചില വളരെ മോശമായ സ്വഭാവങ്ങൾ, ചില പീഡനങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില വൃത്തികെട്ട സ്വഭാവങ്ങൾ പ്രകടമാകും. ഉദാഹരണം പറഞ്ഞാൽ 17 വയസ്സുള്ള ഒരു പെൺകുട്ടി 42 വയസ്സുള്ള ഒരു വ്യക്തിയെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്, എന്നിട്ടും അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു, പ്രേമിക്കുന്നു, സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അതൊക്കെ നമ്മൾ ചിലപ്പോൾ പറയും മനസ്സിൻ്റെ എന്തോ പ്രത്യേകതയാണ്. അല്ല പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ചിലപോലെ ചില തിന്മയുടെ പീഡനം കൊണ്ടായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചിലപ്പോൾ ചില തോന്നലുകൾ വരികയാണെങ്കിൽ ഒരു അബ്നോർമാലിറ്റി പോലെ നമുക്ക് തോന്നുന്നു. കാരണം ഒരു പ്രായത്തിൻ്റെതായിട്ടല്ല, അപക്വമായ ചില കാര്യങ്ങൾ പ്രകടമാക്കുന്നു. ചിലപ്പോൾ നമ്മുടെ ശരീരത്തെ നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നു, ഇഷ്ടമില്ലാത്ത കാര്യം നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നു. അല്ലെങ്കിൽ ചില കുട്ടികൾ എന്ത് ചെയ്യുന്നു, സ്വന്തം ശരീരത്തെ അശുദ്ധമാക്കുന്നു.
ഞാൻ ഓർക്കുന്നു, കുറച്ച് നാൾ മുമ്പ് ഒരു ആൺകുട്ടിയെ കണ്ടപ്പോൾ അവന് ചില സമയത്തൊക്കെ എന്ത് ചെയ്യുന്നു, അവന് ഏഴിലാണ് പഠിക്കുന്നത്, സ്വന്തം കൈ മുറിച്ചിട്ട് ആ രക്തം അവൻ കുടിക്കുക, ചുമ്മാ കുറച്ച് നേരം ചിമ്പിക്കൊണ്ടിരിക്കാൻ. പക്ഷെ നമുക്ക് ഈ കുട്ടിയെ വ്യക്തിപരമായി കണ്ടപ്പോൾ കുട്ടിയുടെ മനസ്സിലായി, കുട്ടിയിൽ എന്തോ പ്രവർത്തിക്കുന്നു. അപ്പോൾ അതിന് കൃപയുള്ളൊരു വൈദികൻ്റെ അടുക്കലേക്ക് ഈ കൊച്ചിനെ ഡയറക്റ്റ് ചെയ്യുകയും ആ വൈദികൻ ഈ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ സ്വഭാവം വിട്ടുമാറുകയും ചെയ്തു. പ്രിയപ്പെട്ട മക്കളെ, ചിലപ്പോൾ മാനസികമായിട്ട് ശാരീരികമായിട്ട് ചില അസ്വസ്ഥതകൾ നമുക്ക് ചില തിന്മയിൽ നിന്നുണ്ടാകാം. അങ്ങനെ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അഭിഷേകമുള്ള കൃപാവരങ്ങൾ ഉപയോഗിക്കുന്ന വൈദികൻ്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ യേശു നമുക്ക് വിടുതൽ തരും. കാരണം യേശുവിൻ്റെ അടുക്കലെത്തി ആ സമയത്ത് എന്ത് ചെയ്യുന്നു, ആ കുട്ടിക്ക് സൗഖ്യം ലഭിക്കുകയും ചെയ്തു. നമ്മൾ യേശുവിലേക്ക് വരുവാനായിട്ട് തയ്യാറാകുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ആരുടെയെങ്കിലും സഹായത്തോട്, പ്രത്യേകിച്ച് ഒരു വൈദികൻ്റെ സഹായത്തോടു കൂടി പ്രത്യേകമായിട്ട് അദ്ദേഹത്തെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചാൽ നിങ്ങൾക്ക് പൂർണ്ണമായ വിടുതൽ ദൈവം തരും. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായം 44-ാം വാക്യത്തിൽ നമ്മൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 8:44 ഇപ്രകാരം പറയുന്നു, എന്ത് ചെയ്യുന്നു, കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവം അനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത്, കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. തിന്മയെക്കുറിച്ച് പറയുന്നതാണ്. കള്ളം പറയുമ്പോൾ സ്വന്തം എന്ത് ചെയ്യുന്നു, സ്വഭാവം തന്നെ അവൻ കാണിക്കുന്നു. അപ്പോൾ നമ്മൾ കള്ളം പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സാധാരണ പക്ഷത്ത് നിൽക്കുന്നു. സത്യം പറയുമ്പോൾ ആരുടെ പക്ഷത്ത്? യേശുവിൻ്റെ പക്ഷത്തും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ നോയമ്പ് കാലത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധയുള്ളവരായിരിക്കണം. പ്രത്യേകിച്ച് ഒറ്റ കാര്യത്തിൽ കള്ളം പറയരുത്. കള്ളം പറയുമ്പോൾ നമ്മൾ ശത്രുവായ സാത്താന് കീഴടങ്ങുകയാണ്. എന്നാൽ ഒരു കാര്യം തെറ്റ് പറ്റിയതാണെങ്കിൽ പോലും ഉള്ളതുള്ള പോലെ സമർപ്പിക്കുമ്പോൾ, തുറന്നു പറയുമ്പോൾ, സത്യം നമ്മൾ പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, സാത്താനെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അല്പം കൂടി വളരുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ തിന്മ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാം. ഈ എല്ലാ തിന്മകളെയും നശിപ്പിക്കാൻ സാധിക്കുന്നതാണ് യേശുവിൻ്റെ വചനം, അല്ലെങ്കിൽ യേശുവിൻ്റെ ശക്തി. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. അപ്പോൾ ഇതേപോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് തിന്മ പല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കളകൾ വരയ്ക്കുന്നു, നല്ലത് നീക്കിക്കളയുന്നു, കള്ളം പറയാൻ പ്രേരിപ്പിക്കുന്നു, ചിലപ്പോൾ ചില ദുഃഖങ്ങളും കഷ്ടതകളും എന്ത് ചെയ്യും നമുക്ക് തരുന്നതായിട്ട് ഫീൽ ചെയ്യിക്കുന്നു. ഇതൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇതേതെങ്കിലും വിധത്തിൽ തിന്മ പ്രവർത്തിക്കുന്നതാണെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. വചനം കൃത്യമായിട്ട് പറയുന്നു, സാത്താൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുവാൻ വേണ്ടിയാണ് ആര് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്? യേശു ക്രിസ്തു വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിനാൽ യേശുവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവും ഈ ധ്യാനിക്കുന്ന നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ധ്യാനിക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, ഈ ധ്യാനങ്ങൾ വഴി, അല്ലെങ്കിൽ യേശുവിൻ്റെ പീഡാനുഭവം ധ്യാനിക്കുന്നു, കർണക്കൊന്ത ചൊല്ലുന്നു, ജപമാല ചൊല്ലുന്നു, ഇതെല്ലാം ചെയ്യുന്ന വഴി എന്ത് ചെയ്യുന്നു? ക്രിസ്തു നമ്മളിൽ വളരുകയാണ്. ക്രിസ്തു വളരുകയാണ്. ക്രിസ്തുവിൻ്റെ മഹത്വം പ്രകടമാവുകയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ നിറയുകയാണ്. ആ സ്നേഹം ജ്വലിച്ചു കഴിയുമ്പോൾ ഒരു തിന്മയ്ക്കും നമ്മളെ തൊടുവാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ടാണ് 2 കൊരിന്തോസ് അതിൻ്റെ 10-ാം അധ്യായം, ഞങ്ങൾ ജീവിക്കുന്ന ജഡത്തിലാണെങ്കിലും ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത്. അതിന് പറയാണ്, നമ്മളൊക്കെ ജീവിക്കുന്ന ജഡത്തിലാണ്, ശരീരത്തിലാണ്. എന്നാൽ നമ്മുടെ പോരാട്ടം എന്ത് ചെയ്യുന്നു? ജഡികമല്ല, പിന്നെന്താണ്? ആത്മീയമാണെന്ന് പറയുകയാണ്. അപ്പോൾ പോരാട്ടം അത് എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല, ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ എന്ത് ചെയ്യുന്നു? ദൈവത്തിൽ അവ ശക്തങ്ങളാണ്. ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔദിത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. അവിടെ വചനം പറയുകയാണ്, ഇനി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, ക്രിസ്തുവിനെ അനുകരിക്കുക. അതാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കുന്ന എല്ലാവിധ അറിവുകളും എല്ലാവിധ തോന്നലുകളിൽ നിന്ന് നമുക്ക് മോചനം തരാനാണ്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലോട് ആര് എന്ത് പറയുമ്പോഴും, എന്തെല്ലാം ലോകത്തിന് അറിവുകൾ നമ്മൾ സ്കൂളിൽ നിന്ന് കളക്ട് ചെയ്യുമ്പോഴും സ്വീകരിക്കുമ്പോഴും
കുഞ്ഞുങ്ങളെ, അതെല്ലാം നിങ്ങൾ വചനത്തിലൂടെ കാണാവുള്ളൂ. ദൈവവചനത്തിലൂടെ നിങ്ങളൊരു കാര്യം സ്വീകരിക്കുമ്പോൾ അതെപ്പോഴും എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഹൃദയത്തിൽ സ്വീകരിക്കും. അല്ലാത്തതെല്ലാം മാറ്റിക്കളയാൻ പറ്റും. ഒരു പക്ഷേ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ എന്ത് ചെയ്യുന്നു, നിരീശ്വരവാദികളായ കുട്ടികളുണ്ടായിരിക്കാം, മറ്റു ചില കുട്ടികളൊക്കെ ഉണ്ടായിരിക്കാം. അവരൊക്കെ ഒത്തിരിയേറെ കളകൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വിതയ്ക്കുന്നുണ്ട്. നിങ്ങളൊരു പക്ഷേ തെറ്റായ വഴിക്കൊന്നും പോകാതിരിക്കുന്ന മൂലം അവരൊത്തിരിയേറെ നിങ്ങളിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. കുഞ്ഞുങ്ങളെ, എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ ക്രിസ്തു കേന്ദ്രീകൃതമായി ക്രിസ്തുവിൻ്റെ വചനത്തോട് ചേർന്ന് നിൽക്കുക. അപ്പോൾ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. അതോടൊപ്പം ചെയ്യുന്നു, ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുക. എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് ചിന്തിക്കുക. ഒരു വിഷമമുണ്ടായി, ക്രിസ്തു എന്താണ് അതുപോലെ ആകുക. ഒരു തകർച്ചയുണ്ടായി, അല്ലെങ്കിൽ പരീക്ഷയിൽ വേണ്ടത്ര മാർക്കില്ല, അപ്പോഴും ക്രിസ്തുവിൻ്റെ വചനം എന്ത് പറയുന്നു അതിനോട് ചേർന്നിരിക്കുക. അങ്ങനെ ക്രിസ്തുവിനെ അനുകരിച്ച് നമുക്ക് തിന്മയെ തോൽപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ഈ നോയമ്പ് കാലത്ത് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് സാത്താനെ തോൽപ്പിക്കുന്ന വലിയൊരു ദിവസങ്ങളായിട്ട് മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കാരണം ക്രിസ്തു തൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും യോഗ്യതയാൽ സാത്താനെ വെറും വട്ടപൂജ്യമാക്കിയിരിക്കുകയാണ്. അതിലൊരു ആഘോഷം ഈ നോയമ്പ് കാലത്ത് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ വളരുവാൻ, ക്രിസ്തുവിൻ്റെ നാമം ഉപയോഗിക്കുവാൻ, എവിടെയും ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ, ഏത് ബന്ധങ്ങളിലും ക്രിസ്തുവിനെക്കുറിച്ച് പറയുവാൻ. നിങ്ങളുടെ പെൺകുട്ടിയോട് ആൺകുട്ടിയോട് വേണ്ടുമ്പോഴും നിങ്ങളുടെ വിഷയത്തിൽ കേന്ദ്രം സംസാരത്തിൽ ക്രിസ്തു ആയിരിക്കട്ടെ. ഒരു അങ്കിളിനോട് ആൻറ്റിയോടും വേണ്ടുമ്പോഴും ക്രിസ്തു ആയിരിക്കട്ടെ. അപ്പോഴെന്താ, നിങ്ങളെ ഒരു അങ്കിളിനോ ആൻറ്റിക്കോ ഒരു കൂട്ടുകാരിക്കോ തിന്മയിലേക്ക് നയിക്കാൻ സാധ്യമല്ല. കാരണം ക്രിസ്തുവിനെ വെളിപ്പെടുത്തുമ്പോൾ തിന്മയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ ഒന്നും നിങ്ങളെ സ്വാധീനിക്കാൻ പോലും സാധിക്കുകയില്ല. ആ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ വളർന്ന് ക്രിസ്തുവിൽ വളരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ആ ക്രിസ്തു വളരുമ്പോൾ അനുസരണക്കേട് പ്രേരിപ്പിക്കാൻ വരുന്ന, മടി അലസതയിലേക്ക് നയിക്കുന്ന, വിഴുങ്ങാൻ വരുന്ന, കളകൾ വിതയ്ക്കാൻ വരുന്ന, നല്ല നീക്കാൻ വരുന്ന, കള്ളം പറയാൻ പ്രേരിപ്പിക്കുന്ന എല്ലാ തിന്മയും തോൽപ്പിച്ച് ഈ കാലത്ത് ക്രിസ്തുവിൻ്റെ ജീവിത ശൈലിയിലേക്ക് വരാൻ യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ എവിടെയാണെങ്കിലും എന്നോടൊപ്പം പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, അങ്ങയോട് ചേർന്നിരുന്ന് അങ്ങയും ശക്തി സ്വീകരിച്ചുകൊണ്ട് അങ്ങയുടെ നാമം എവിടെയും ഏറ്റുപറഞ്ഞുകൊണ്ട് എല്ലാ മേഖലയിലും അങ്ങേ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശത്രുവായെന്ന സാത്താനെ പരാജയപ്പെടുത്തുവാൻ, തകർക്കുവാൻ, അതുവഴി അങ്ങ് നേടുത്തുന്ന വിജയത്തിൽ പങ്കാളിയായി തീർന്ന് ആഘോഷിക്കുവാൻ, അങ്ങയോടുള്ള സ്നേഹത്തിൽ വളർന്ന് ദൈവമഹത്വം ദർശിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. വചനം കേൾക്കുന്ന എല്ലാ കുട്ടികൾക്കും അവരെ മാതാപിതാക്കൾക്കും പ്രത്യേകിച്ച് എല്ലാ കുട്ടികളും അനുസരണത്തിലൂടെ അനുസരണക്കേടിന് പ്രേരിപ്പിക്കാൻ വരുന്ന സാത്താനെ പൂർണ്ണമായിട്ട് തോൽപ്പിച്ച് ഈ നോയമ്പ് കാലത്ത് അനുസരണത്തിൽ വളർന്ന് ദൈവമഹത്വം ദർശിക്കുവാൻ ഇടവരുത്തണമേ, അനുഗ്രഹിക്കണമേ. മാതാവേ, അവിടെ ദൈവത്തിന് പൂർണ്ണമായിട്ട് വിധേയപ്പെട്ടതുപോലെ എല്ലാ പ്രിയപ്പെട്ടവരും ദൈവഹിതത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് തിന്മയെ പരാജയപ്പെടുത്തി ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ വലിയ അഭിഷേകത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടവരുത്തണമേ എന്ന് ഇടവരുത്തുവാൻ പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാ സർവേശ്വര എന്നേക്കും ആമേൻ.